എൻ്റെ പേര് ഉണ്ണി എന്നാണ്, ശിവശങ്കരൻ എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പേര്, ശിവശങ്കരൻകുട്ടി. പക്ഷെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും. അനിത എഞ്ചിനീയറിംഗ് മനുഷ്യരി ചെറിയ യൂണിറ്റ് ഒറ്റപ്പത്ത് തുടങ്ങി. അത് അന്ന് അത്രയൊന്നും കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിന്നു. ഞാൻ തന്നെ പണിക്കാരില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് ജീവിച്ചു. 2000-2021 കാലഘട്ടത്തിലാണ് ഞാനൊരു പണിക്കാരെ വയ്ക്കാൻ തുടങ്ങിയത്. ഒരു കൊല്ലം ഞാൻ ആരും വെച്ചില്ലേ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു പണിയെടുത്തിരുന്നത്. സൈക്കിളിൽ വരും, വീട്ടിൽ വരും, എന്തെങ്കിലും അത്യാവശ്യം ചെയ്യും, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യും. കാരണം ശമ്പളം കൊടുക്കാൻ വഴിയില്ല. കാരണം വളരെയധികം പരാധീനതയായിരുന്നു. നടന്നു വരും. എൻ്റെ വീടിൽ നിന്ന് ഒറ്റപ്പാലത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ആ സൈക്കിളിൽ വരും. അങ്ങനെ പണിയെടുത്ത് വളരെയധികം കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഷ്ടപ്പെട്ടപ്പോൾ പിന്നെ കുറച്ച് ഒറ്റയ്ക്ക് വയ്യ എന്നായി. അപ്പോൾ അങ്ങനെ ഒരു പണിക്കാരനെ വെച്ചു, പിന്നെ ഒരു ഹെൽപ്പറെ വെച്ച് ഞങ്ങൾ 3 ആളും കൂടി ഇങ്ങനെ ചെയ്തു. അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ ആയി. അപ്പോഴേക്കും ഓരോരോ പുതിയ ഈ ഇരുമ്പിന്റെ പണി എന്ന് പറഞ്ഞാൽ ഇന്ന് ഉള്ള പണിയല്ല നാളെ കണ്ട പണിയല്ല മറ്റൊന്ന്. അങ്ങനെ ദിവസം മാറി മാറി പണികളോ ഓരോ ഐഡിയയിലനുസരിച്ച് നമ്മുടെ ഐഡിയയിലനുസരിച്ച് നമ്മൾ വരുന്ന പണി ഒന്നും ആൾക്കാർ തിരിച്ചുവിടാതെ വയ്യെങ്കിലും ആ പണി ഏറ്റെടുക്കും. എന്നിട്ട് അത് അറിയാവുന്നവരെ കാണും, എങ്ങനെ ചെയ്യാൻ ചോദിക്കും, എന്നിട്ട് അവരോട് അഭിപ്രായം ചോദിച്ചു. അങ്ങനെയായിട്ട് സ്വന്തം അധ്വാനിച്ച് സ്വന്തം ഇതിൽ തന്നെ കുറേശ്ശായിട്ട് വന്നു. പിന്നെ ഇപ്പോഴാ ഞാൻ 10-20 വർഷത്തോളം 25 വർഷത്തോളം ഒറ്റപ്പാലം ടൗണിൽ തന്നെ ആയിരുന്നു. അവിടെ വർക്ക്ഷോപ്പ് ഇട്ടു. അവിടെ ആ ബിൽഡിംഗ് പൊളിച്ചപ്പോൾ ഞാനിപ്പോൾ മനുഷ്യരിക്ക് മാറി. ഇവിടെ മാറിയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ വർക്ക് എനിക്ക് പരിചയമുള്ളതൊക്കെ ഒറ്റപ്പാലം ടൗണിൽ തന്നെയുണ്ട്, ഒറ്റപ്പാലത്തിൻ്റെ വർക്ക്. അപ്പോൾ മനുഷ്യരി വന്ന് 2 കൊല്ലമായി. ഇവിടെ അത്യാവശ്യം ആൾക്കാർ പരിചയപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെ വർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 ആൾക്ക് പണിക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഈ പണിക്കാരെ വിശ്വസിച്ചിട്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ. കാരണം ഈ ഫീൽഡിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നില്ല. പണ്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഹെൽപ്പർമാരെ കിട്ടിയിരുന്നു, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ കിട്ടിയിരുന്നു. ഇന്നൊന്നും ഒരു കുട്ടി അവന് വരില്ല. 5 പണിക്കാർ പണിയെടുക്കുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ 2 ആളുണ്ടായാലും മതി. കാരണം ഒക്കെ മിഷനറി ആയതുകൊണ്ട് കുറേ ഇതുണ്ട്, കുറേ വ്യത്യാസമുണ്ട്. പിന്നെ വർക്ക്ഷോപ്പിൽ വെച്ചുള്ള പണി ഇല്ല, ഒക്കെ സൈറ്റിലാണ് ഉള്ള പണി. അങ്ങനെയുള്ള മെറ്റീരിയലായി. പണ്ട് പറഞ്ഞ ഈ മെറ്റീരിയലിനൊക്കെ മാറി. ഇന്നൊക്കെ പുതിയ തരം മെറ്റീരിയലായി. അതൊക്കെ സൈറ്റിൽ പോയി പണിയെടുക്കേണ്ട മെറ്റീരിയലായി. ഒരാൾക്ക് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഞാൻ അവരിൽ നിന്നൊരു പൈസ കൊടുക്കുള്ളൂ. അത് ആദ്യം പോയി അഡ്വാൻസ് മേടിക്കുക, ഒരു പണിയെടുക്കുക, അങ്ങനെ ചെയ്യില്ല. അവർ പണി പറയും, ആ പണി ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി അവർ ഉദ്ദേശിച്ചേക്കാൾ വൃത്തിയായി ചെയ്ത് കൊടുക്കും. ഈ അത്യാവശ്യം ബില്ല് കൊടുക്കാൻ അവർ പൈസ തരും. നല്ല ഒരു കംപ്ലൈൻറ്റ് വന്നാൽ അപ്പോൾ ഉടനടി ആ കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ നിന്നുകൊണ്ടുള്ള പേരെടുത്തിട്ട് തന്നെയാണ് ഇത്രയും കാലം ഞാൻ ഈ ഫീൽഡിൽ പിടിക്കാൻ കാരണം. ഇരുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്കും വയ്യാന്ന് പറഞ്ഞ് ഒഴിവാവില്ല. ഏത് വർക്ക് തന്നാലും ചെയ്തു കൊടുക്കും. എനിക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അത് ചെയ്തു കൊടുക്കും. വയ്യാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറില്ല, ഏത് പണിയാണെങ്കിലും. ഇപ്പം ഞാൻ റൂഫിംഗ് വർക്കാണ് കൂടുതൽ എടുക്കുന്നത്. റൂഫിങ്ങിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. അതേമാതിരി ഓട് ടൈൽ വർക്ക് എടുക്കുന്നുണ്ട്, റൂമിംഗ് വർക്ക് ഉണ്ട്, ജനലായാലും കട്ടയായാലും, പിന്നെ അതേമാതിരി തന്നെ കിണറിന്റെ ഗില്ലോ ഡോറോ ഇരുമ്പോണ്ട് എന്ത് ഫാബ്രിക്കേഷൻ, അയൺ ഫാബ്രിക്കേഷൻ ആയിട്ട് ഒരു പറയാം. എല്ലാ ഫാബ്രിക്കേഷനും ചെയ്യും. കഴിഞ്ഞാൽ ആ വീടിന് അനുയോജ്യമായിട്ട് ഏത് തരത്തിൽ ചെയ്താലാണ് വൃത്തിയാവുന്നത് ആദ്യം നോക്കുക. ആദ്യം വീട് കാണും, ആ വീടിന് എങ്ങനെ ചെയ്താലും അത് വൃത്തിയാവുക എന്നുള്ളത് വെച്ചാൽ ആ ഒരു നില ഞാൻ ഉടമസ്ഥനായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഉടമസ്ഥൻ പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോസ്റ്റ് വരും. നേരെ വെച്ചാൽ നമുക്ക് കോസ്റ്റ് കമ്മി ചെയ്യണം, ഈ തരത്തിൽ ചെയ്താൽ ഇങ്ങനെ കോസ്റ്റ് കമ്മിയാവും. അപ്പോൾ ഉടമസ്ഥൻ പറയും ശരിയാൽ നമുക്ക് നന്നായി ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല, നമുക്ക് ലീക്കില്ലാതെ ആക്കി തന്നാൽ മതി. അപ്പം ഞാൻ ഏറ്റവും ചുരുങ്ങിയ ലെവലിലുള്ള ഒരു മാതിരിയുള്ള ഒരു ചിത്രം വരച്ചു കൊടുക്കും. അവരത് ഓക്കെ ആയി കഴിഞ്ഞാൽ അത് പൈസ കമ്മിയാവും. സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റ് പഠിക്കും. അല്ല അവർ പറയുകയാണ് മെറ്റീരിയൽ ഞങ്ങൾ വാങ്ങിച്ചിരുന്നാണെങ്കിൽ അവർ മെറ്റീരിയൽ വാങ്ങിച്ചാൽ എനിക്ക് ലാബ് തരും. എങ്ങനെയാലും ഞാനും പാർട്ടിയായിട്ട് റിസ്ക് ഇല്ലാതെ പണി തീർത്തു കൊടുക്കും. നമ്മൾ നല്ല മെറ്റീരിയൽ പണിയെടുക്കുക, നല്ല കമ്പനിയുടെ ഷീറ്റ് വാങ്ങിക്കുക, അവരുടെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഷീറ്റ് വാങ്ങിക്കുക. ഓരോ കമ്പനിക്കാർ ഗ്യാരണ്ടി തന്നെ, ആ ഗ്യാരണ്ടി കാർഡ് നമ്മൾ വാങ്ങിക്കാതെ പാർട്ടിക്ക് കൊടുക്കുക, ഗ്യാരണ്ടി ആയിട്ടുള്ള ഷീറ്റ് വാങ്ങിക്കുക. അതേമാതിരി തന്നെ സ്ക്രൂ ആണെങ്കിലും എല്ലാം അതിലൊന്നും ലാഭം നോക്കാതെ നല്ല സാധനമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഇവ കംപ്ലൈൻറ്റ് വരില്ല. രണ്ടാമത് എന്താ വെച്ചാൽ മാർക്കറ്റിൽ പല സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഐറ്റംസ് വാങ്ങിച്ചാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പ് മാർക്കറ്റിലേക്കുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കണം, ഞാൻ വാങ്ങിക്കുന്ന സാധനത്തിന് 100 രൂപ ആണെങ്കിൽ അതേ സാധനം 80 രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടാണ്ട്. അതൊരു പക്ഷേ പലതരത്തിലുള്ള മെറ്റീരിയൽ ആയിരിക്കും. പക്ഷെ ആൾക്കാർ അതല്ല പൈസ നോക്കും. അപ്പോൾ ഞാൻ 100 രൂപ പറഞ്ഞു, അവൻ 80 രൂപ ചെയ്യുന്നു പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വേരിയേഷൻ ആ മെറ്റീരിയൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധാരണ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളെ പേരുടെ ആൾക്ക് കണ്ടറിയാം ഇതിന്റെ മെറ്റീരിയലാണ്, ഇതിന്റെ മെറ്റീരിയൽ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ആ മെറ്റീരിയൽ എടുക്കില്ല. ഞാൻ നല്ല ഒറിജിനൽ മെറ്റീരിയൽ ഇട്ടേ പണിയെടുക്കുള്ളൂ. ഉടമസ്ഥൻ അത് പൈസ ജാസ്തി പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കൊടുത്തോളൂ, നിങ്ങൾക്ക് അതല്ലേ ലാഭം, നിങ്ങൾ കൊടുത്തോളൂ, എനിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ അവർ ഓപ്പണായിട്ട് പറയും. നിങ്ങൾ പൈസ ലാഭം നോക്കി അവർക്ക് കൊടുക്കാൻ എനിക്ക് വിരോധമില്ല പറയും. പക്ഷെ ആ പാർട്ടി ഒരു പണി കഴിഞ്ഞാൽ രണ്ടാമത്തെ പണിക്ക് പറയും, വിളിച്ചാൽ അവർ പോവില്ല. അപ്പം നമ്മളെ വിളിക്കും. അപ്പം അപ്പോഴേക്കും അവർ ബോധ്യം വരും. അപ്പോൾ നല്ല ക്വാളിറ്റി പണിയെടുക്കുകയാണെങ്കിൽ എന്നും പണിയുണ്ടാവും.
അല്ല, ഗവൺമെന്റ് അതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ പണ്ട് നമ്മുടെ പിന്നെ ഇവിടെ ദുരന്തം വന്നപ്പോ സർക്കാരിന് പറഞ്ഞത് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് ഈ കൺസ്ട്രക്ഷൻ ചെയ്യണേക്കാൾ നല്ല ടെമ്പററി കൺസ്ട്രക്ഷൻ ആണ്. ടെമ്പററി കൺസ്ട്രക്ഷൻ ആണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. കാരണം ഇപ്പൊ ഈ ബോർഡ് ഒക്കെ നെറ്റ് സ്ക്രൂ ആണ്, സ്ക്രൂ കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്ത് വേറെ സൈറ്റ് കൊണ്ട് പണിയാൻ പറ്റും. ഒരു കോൺക്രീറ്റ് ബില്ലിംഗ് പൊളിക്കാനുള്ള ബുദ്ധിമുട്ട്, പൊളിച്ച ഈ മെറ്റീരിയൽ കൊണ്ട് ഡംപ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ റെസ്റ്റോർ ചെയ്തു, ഈ ബോർഡ് വെച്ചിട്ട് റൂം ഉണ്ടാക്കി, പെട്ടെന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് വീണ്ടും കംപ്ലീറ്റ് പണിയാൻ എല്ലാം നല്ല വർക്കായിട്ട് ചെയ്യാൻ പറ്റും. ആളെ വേണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഡിസ്പോസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഉള്ള ഗുണം. എന്നാൽ വിലയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വില, എന്നാലും നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ, അതായത് ഒരു RC ബിൽഡിങ്ങിന്റെ അത്ര ചാർജ് വരില്ലെങ്കിലും ചാർജൊക്കെ ഇപ്പൊ ഇതിനും വരുന്നുണ്ട്. കാരണം അതിന് ക്വാളിറ്റി പലതരത്തിലായി. പണ്ടൊക്കെ വി ബോർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ 1-2 ക്വാളിറ്റി, ഇപ്പൊ അങ്ങനെയല്ല, വി ബോർഡിന്റെ പലതരത്തിലായി. അപ്പൊ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വില കൂടുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് പെട്ടെന്ന് പണി കഴിയും, ഡിസ്പോസിബിൾ ആണ്. ചെയ്യുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയും, പിന്നെ നിങ്ങൾ അങ്ങനെ ബില്ലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പെർമിഷൻ എടുക്കണം, ആദ്യം ഇതിന് പ്ലാൻ നിങ്ങൾ അപ്രൂവ് ചെയ്ത് തരണം, പ്ലാൻ അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മളോട് പറയാണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 1-2 ആൾക്കാർ കോടതി പോയപ്പോൾ അതിന് ഉത്തരവ് കിട്ടി. ഒരു 5-8 വർഷം 6 വർഷം മുന്നേ തന്നെ അതിനൊരു ഉത്തരവ് കിട്ടി, നിങ്ങൾക്ക് റൂഫ് ചെയ്യാം. റൂഫ് ചെയ്താൽ ഇന്നെ പറ്റില്ല, അതായത് ബിൽഡിങ്ങിന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ഒരാൾക്ക് വാടക കൊടുക്കണോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ പാടില്ല. അങ്ങനെ വരുമ്പോൾ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ വേറൊരു നിയമം വന്നിട്ടുണ്ട്. ഇപ്പൊ അത് പ്രാബല്യത്തിലായിട്ടുണ്ട്. അവർ പറഞ്ഞത് വെച്ചാൽ 2.4 കഷ്ടി 7 അടി ഉയരം, 6.25 അടി ഉയരത്തിൽ കാല് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ടാക്സ് വേണ്ട, കൂടുതൽ ഹൈറ്റ് പാടില്ല. അത് ഷീറ്റ് ആയാലും വേണ്ടില്ല, ഓടായാലും വേണ്ടില്ല എന്നൊക്കെ ചെയ്യാം. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് ഇപ്പൊ ഈ എംസ്റ്റാൻഡുള്ള ബിൽഡിങ്ങുകളെല്ലാം ലീക്കാണ്. ഒരു പണി കഴിഞ്ഞാൽ 2ാമത്തെ കൊല്ലം ലീക്ക് വരും. അപ്പൊ ലീക്കിന്ന് ഒരു പ്രൊട്ടക്ഷനും ചൂട്, ആദ്യമായി തന്നെ എല്ലാ കൊല്ലം ചൂട് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ റൂമിന്റെ മുകളിൽ ചൂട് സഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളവർക്ക് സർക്കാർ ഇപ്പൊ അതിന് ടാക്സ് വാങ്ങണ്ട എന്നുള്ള നിയമം ഇപ്പൊ 2 ആഴ്ച മുന്നേ ഇപ്പൊ കോടതിയിൽ നിന്ന് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. റൂഫ് ചെയ്യണതിന് കുഴപ്പമില്ല, ടൈലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉയരം പാടില്ല, ഒരു വാടകയ്ക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ മാത്രം ഇതിന് മാറ്റം വരും. അപ്പോൾ ടാക്സ് സർക്കാരിന് അടയ്ക്കണം, അപ്പോൾ ഫൈൻ കൊടുക്കണം. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിപ്രായം. കോമ്പറ്റീഷനാണ് നമുക്ക്. കാരണം നമ്മൾ ഈ സർക്കാരിലേക്ക് എല്ലാ കാര്യങ്ങളും നമുക്കൊരു കൊല്ലത്തിൽ ഒരുപാട് പൈസ ചെലവ് വരുന്നുണ്ട്. കാരണം മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കുമ്പോൾ ഫീസ്, തൊഴിൽ പഠിക്കാനെത്തണമെങ്കിൽ തൊഴിൽ നീതി കൊടുക്കണം. അതേമാതിരി തന്നെ പൊല്യൂഷൻ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഫാക്ടറി ഇൻസ്പെക്ടർ, ബോയിലർ ലൈസൻസ്, അതേമാതിരി ക്ഷേമനിധി, ഈ പണിക്കാരൊക്കെ ക്ഷേമനിധി നമ്മൾ കൊല്ലത്തിൽ അടയ്ക്കണം. ഇങ്ങനെ 100 ഓഫീസിൽ കയറി 100 നൂലാമാലകൾ 100 നമ്മൾ അടച്ചിട്ടാണ് നമ്മളിതൊരു പരിപാടിയായിട്ട് മുന്നിലേക്ക് പോകുന്നത്. ബിൽഡിങ്ങിന് വാടക കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിനെന്തെങ്കിലും മിച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതൊന്നും വേണ്ട, നമ്മുടെ കൂടെ ഒരു കൊല്ലം പണിയെടുക്കും. 2ാമത്തെ കൊല്ലം അവൻ അത്യാവശ്യം പണിയായി കഴിഞ്ഞാൽ മിഷൻ വാടകയ്ക്ക് കിട്ടും. ഏത് മിഷനാണെങ്കിൽ വാടകയ്ക്ക് കിട്ടും. ആ വാടകയിൽ നിന്ന് മിഷൻ എടുത്തിട്ട് ഇവർ നാട്ടിൽ പോയി പണിയെടുക്കും. അപ്പോൾ നമ്മൾ പോയി അളവ് കൊടുത്തോണ്ട് ഇവർ പോയിട്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും ലാഭമാണ്. കാരണം ഉടമസ്ഥൻ വെറ്റി വാങ്ങിച്ചുകൊണ്ട് വലിയ ലാഭം കൊടുക്കണം. നമ്മൾ സർക്കാരിന് നിരന്തരം ആവശ്യപ്പെട്ട് ഇതൊന്ന് നമ്മൾ ഇത്രയും പൈസ ചിലവായിട്ട് സർക്കാരിന് കൊടുക്കുന്നുണ്ട്, ഇത്ര യൂണിറ്റ് കേരളത്തിലുണ്ട്, അത് നിർത്തലാക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം സർക്കാരിന് പറയുകയാണെങ്കിൽ സർക്കാർ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഒരാളുടെ തൊഴിലിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഉടമസ്ഥൻ KSEBിന്ന് ലൈസൻസ് എടുക്കും. അപ്പോൾ ഉടമസ്ഥൻ പറയുമ്പോൾ ഞങ്ങൾക്ക് അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ നിയമം അതിന് പറ്റില്ല. നിങ്ങൾ സംഘടിച്ചിട്ട് അത് തടുക്കാന്നല്ലാതെ ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സർക്കാർ പറഞ്ഞത്. അതിൽ നല്ലൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും ചിലവാക്കി പണിക്കാരെ വെച്ച് പണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ഇവർ 2 ദിവസം കൊണ്ട് ഇങ്ങനെ പണിയെടുക്കും. ആ ഒരു ഇഷ്യൂ നമുക്ക് നല്ലൊരു പ്രശ്നമാണ്. അത് ഭാവിയിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഫീൽഡിലേക്ക് പുതിയ ആൾ വരാത്തതുകൊണ്ട് അതിലേറെ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ മേഖല പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നാട്ടിലായാലും ശരി, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്തിന്റെ അടുത്താണ് ശരി, അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടും. രാഷ്ട്രീയം എന്നല്ല, പക്ഷെ നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിലായാലും ശരി, ഇപ്പൊ ഒരാൾക്ക് ഒരു നിർദ്ധരയായിട്ടുള്ള ചികിത്സാ സഹായം അങ്ങനെയുള്ളത് നമുക്ക് കഴിയുന്ന വിധത്തിലൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനൊക്കെ ചെയ്യാറുണ്ട്. കാരണം അത് നാട്ടിലാണെങ്കിൽ ശരി, നാട്ടിൽ നമുക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമാണ്. അതുപോലെ ഇങ്ങനെ ഈ നിലയ്ക്ക് ഇപ്പൊ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇല്ലാത്തവർക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കുക, ഇതൊക്കെ തന്നെ നമുക്കുള്ളത്. ഫാമിലിയിൽ ഞങ്ങൾ 4 മക്കളായിരുന്നു. ഞാൻ മൂത്തവനാണ്. എൻ്റെ താഴെ ഒരു അനിയൻ ഉണ്ടായിരുന്നു. അവൻ മേട്ടുപാളയത്ത് കച്ചവടമായിട്ട് നടക്കുകയാണ്. 3ാമത്തെ പെൺകുട്ടിയായിരുന്നു, അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ആൺകുട്ടിയായിരുന്നു, അവൻ ആർമിയിലായിരുന്നു. അവൻ അടുത്ത കാലത്ത് മരണപ്പെട്ടു. ഇപ്പോൾ അച്ഛൻ മരിച്ചു 3 മാസമായി, അമ്മ മരിച്ച് 2 കൊല്ലമായി. ഫാമിലി ഞാനും എൻ്റെ ഭാര്യ 2 കുട്ടികളും മാത്രം പോയിട്ടുണ്ട്. മൂത്തവനെ കല്യാണം കഴിഞ്ഞ് അവനൊരു കുട്ടിയുണ്ട്, അവൻ എൻ്റെ കൂട്ടുണ്ട്. 2 മക്കളും എൻ്റെ കൂട്ടുണ്ട്. 2ാമത്തെ മോനിപ്പോൾ അവൻ്റെ MBA കഴിഞ്ഞ് അവൻ ജോലിക്ക് പോകുന്നുണ്ട്. പെർമനന്റ് ആയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു കമ്പനിയിൽ
പോകുന്നുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഒരു മകൻ അവർക്ക് എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ അവർക്ക് എൻ്റെ വർഷാമയിൽ പേരിട്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് അതിന് അറിയേണ്ട ആവശ്യം വന്നിട്ടില്ല. അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നടത്തി. ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞ് PG വേണം പറഞ്ഞു, PG കഴിഞ്ഞു, ജോലിക്ക് പോയി. ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളോ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചു. അവരെ ഈ ഫീൽഡിലേക്ക് കൊണ്ടിട്ട് അവർ നല്ല നിലയ്ക്ക് നല്ല ജോലിയിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ എന്തോ മൂത്ത മകൻ്റെ എനിക്ക് അച്ഛനും അമ്മയും സുഖമില്ലാതായപ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. വർഷം അവർ വരാൻ പറ്റാതെയായി, പണി നോക്കാൻ പറ്റാതെയായി. അങ്ങനെ വന്നു. പിന്നെ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാം, അച്ഛനോട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം എനിക്കും അതൊരു ആളുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പം നമുക്ക് പ്രായമായി തുടങ്ങി, കാലുകൊണ്ട് കൈയോട്ടും വയ്യാതെ ചെയ്യാം. അപ്പോൾ പിന്നെ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് പിടിച്ച് നിൽക്കാം. ഇപ്പോൾ അവർക്ക് നാളെ പണിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം പണി ഇവിടെ വരും. വന്ന പണി നമുക്ക് പരിചയം ഉണ്ടാവേണ്ട ആൾക്കാർ വരുന്നുണ്ട്. ഈ വരുന്ന പണി തീർത്ത് കൊടുത്താൽ മതി. ഒരു കച്ചറില്ലാതെ തീർത്ത് കൊടുത്താണെങ്കിൽ അവർക്ക് ജീവിതം അവരുടെ ശമ്പളം കിട്ടും. അവനും ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുത്തം നിൽക്കുന്നുണ്ട്. ഈ ഫീൽഡ് കൊണ്ട് ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി ഇതിനനുസരിച്ചിട്ട് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഐഡിയ മാറ്റണം. കാരണം എല്ലാം പുതിയ ടെക്നോളജി വരുന്നുണ്ട്. ഓരോന്നും ടെക്നോളജി മാറണം. ആ ടെക്നോളജി കടന്നു വരണം. അത് ഞാൻ മാനോട് പറഞ്ഞിട്ട് ആ ടെക്നോളജിക്ക് നമുക്ക് പതുക്കെ മാറി വന്നാലാണ് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതെന്നെ തുറന്നു പോയ കാര്യമില്ല. ഇത് ശരിക്കും മനുഷ്യരി പ്രോപ്പർ മനസ്സിലാക്കി അവിടെ തന്നെ. അനിത എഞ്ചിനീയറിംഗ് വർക്ക്സ്.